ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്താണ് സംഭവം നടന്നത്. ഒരു കല്യാണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഈ മുട്ടായി കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ മുട്ടായി കൊടുക്കലിന് ചെക്കൻ ചെല്ലുന്ന സമയത്ത് ഐഫോൺ ഉണ്ടോ എന്നുള്ളത് പെണ്ണ് വീട്ടുകാർ ചോദിച്ചു. അതും 17 Pro Max തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ചെക്കൻ പറഞ്ഞു, ഞാൻ ഗൾഫിലാണ്, പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത്, അതായത് നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം, നിക്കാഹ് ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവും, നിക്കാഹ് കഴിഞ്ഞിട്ട് ഐഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. പെണ്ണും സമ്മതിച്ചില്ല, പെണ്ണിന്റെ വീട്ടുകാരും സമ്മതിച്ചില്ല. പെണ്ണിന് കല്യാണം വേണ്ടാന്ന്, അതായത് എൻഗേജ്മെന്റിന്റെ സമയത്ത് തന്നെ ഐഫോൺ വേണമെന്ന്. വുമൺ എംപവർമെന്റും അതേപോലെ ഈക്വാലിറ്റി ഒക്കെ മാങ്ങ പറിക്കാൻ പോകുന്ന റയർ മൂവ്മെന്റ്സ്. എന്തിനാ 17 Pro ആക്കിയത്? 17 Pro Max ഉണ്ടല്ലോ അവിടെ. മേ ബി പോക്കറ്റിൽ ഇടാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും തെറ്റ് പറയാൻ പറ്റില്ല. ബട്ട് ഈ ഈക്വാലിറ്റിയും വുമൺ എംപവർമെന്റ് ഒക്കെ വിളമ്പുന്ന ഈ കാലത്ത് ആരെങ്കിലും തന്നിട്ട് എനിക്ക് ഐഫോൺ വേണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഗോ ആൻഡ് യുവർ സെൽഫ് ഗേൾ. അല്ലാതെ നിനക്ക് കൊടുത്തിട്ട് കൈ തരണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി യുവർ ഫാദർ ഓർ അതർവൈസ് ഹി ഷുഡ് ബി യുവർ ഹസ്ബൻഡ് ഓർ ബ്രദർ. അല്ലാതെ കെട്ടുന്നതിന് മുൻപ് ഒരുത്തം വന്നിട്ട് നിനക്ക് 70 Pro Max അല്ലെങ്കിൽ 70 Pro എന്നൊക്കെ ഈ കാലത്ത് കാത്തിരിക്കാൻ കുറച്ച് വിവരം വിദ്യാഭ്യാസം എല്ലാവരും നിൽക്കാറില്ല. എന്റെ ചെങ്ങായിമാരെ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആരെങ്കിലും പോയിട്ട് വിഷം കഴിക്കുമോ? അതുപോലെയാണ് കല്യാണം കഴിക്കാൻ പെണ്ണിലേക്ക് കെട്ടാതിരിക്കണം. അല്ലാതെ പോയി ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനത്തേനൊക്കെ പോയിട്ട് തലയിൽ വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ.